പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വയ്യാർ റസ്തത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടപടികൾ വേഗത്തിലാക്കാൻ പണം വാങ്ങിയെന്ന പരാതിയിലാണ് അന്വേഷണം. കേസിലെ പരാതിക്കാർ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അർജുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജിലൻസ് അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരം. ആര്യ, പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി റസ്റ്റത്തിനെതിരെയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുരാവസ്തു കേസിലെ പരാതിക്കാരനായ യാക്കോബിൽ നിന്ന് 1.25 ലക്ഷം രൂപ ഇയാൾ വാങ്ങിയെന്ന പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. റസ്റ്റം 2021 നവംബറിൽ 2 പേരുടെ അക്കൗണ്ടുകൾ വഴി, അതായത് അനുമോൾ, ലിജോ എന്നിവരുടെ അക്കൗണ്ടുകൾ വഴി 2 തവണയായി 25,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപ നേരിട്ടും കൈപ്പറ്റി എന്നാണ് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ യാക്കൂബിന്റെ പരാതി. ഈ പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണം നടത്തണമെങ്കിൽ പണം വേണമെന്നായിരുന്നു ഡിവൈഎസ്പി ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ പണം നൽകിയത്. പണം നൽകിയിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തത് ചോദ്യം ചെയ്തപ്പോൾ ഫോൺ വഴി ഈ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയും ഇവർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഡിവൈഎസ്പിയുടെ ഒരു ശബ്ദരേഖയും ഇവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് പിന്നീട് സർക്കാരിനെയും വിജിലൻസ് കോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ സർക്കാർ ഇതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേസിൽ ഡിവൈഎസ്പി റസ്തത്തിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്.